നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് റേഷ്യോ. കേട്ടപ്പോൾ തന്നെ ഞെട്ടിയല്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിളാണ്. വളരെ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഫ്രാക്ഷൻ മനസ്സിലാക്കിയിരിക്കണം. ഫ്രാക്ഷൻ തന്നെയാണ്, ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഫ്രാക്ഷൻ അല്ലേ. ഇനി ഫ്രാക്ഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഫ്രാക്ഷൻ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ തന്നെയാണ്. ഇനി കൺഫ്യൂഷൻ വേണ്ട. ഒരു 10 മിനിറ്റുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷ്യോയെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ ഉള്ള രീതിയിൽ നിങ്ങൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് റേഷ്യോ എന്തായാലും നോക്കാം. റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, റേഷ്യോ മീൻസ് പാർട്സ് ആണ്. നമ്മൾ എന്തിനെങ്കിലും പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഉണ്ട്. എ ബി എന്നാണ് ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ പേര്. ഞാൻ ഈ എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഒരു 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 ഈക്വൽ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണ്? 1 2 3 4 പോയിന്റിനകത്തിട്ടാൽ 5 ഈക്വൽ പാർട്സ് ആയി. ഓക്കെ, ഞാനിതിനെ 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. എന്നിട്ട് ഇവിടെ ഞാനിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നത്? ഇവിടേക്ക് വെച്ച് കട്ട് ചെയ്ത പോയിന്റിൽ ഞാൻ പി എന്നൊരു പോയിന്റും കൊടുത്തു. ഓക്കെ, അപ്പം നോക്കിയേ, എ പി എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ പാർട്സ് 5 ആണ്. അതിൽ 2 പാർട്സ് ആണ്. നോക്കിയേ, 1 2 പാർട്സ് ആണ്. എ പി എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് ആണല്ലോ 2 പാർട്സ് ആണ് എന്ന് നമുക്ക് പറയാം. ടോട്ടൽ പാർട്സ് 5 ആണ്. ഇനി നമുക്കറിയാം ബി പി അല്ലെങ്കിൽ പി ബി എന്ന് പറയുന്നത് 1 2 3 3/5 ആണ്. 3 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് മൊത്തം 5 പാർട്സ് ഉണ്ട്. അതിൽ 2 എണ്ണം എ പിയും ബാക്കി 3 എണ്ണം പി ബിയും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇവിടെ 3. അതുകൊണ്ട് ഇതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? എ പി റേഷ്യോ എ പി ഈസ് ടു പി ബി, എ പി ഈസ് ടു പി ബി എന്ന് എഴുതാം. 2:3 ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇതിനകത്ത് എത്ര പാർട്സ് ഉണ്ടോ അതാണ് റേഷ്യോ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ 2 3 എന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3 ആണ്. 2 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? ടോട്ടൽ കിട്ടും. നോക്കി, 2 3 കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ പാർട്സ് കിട്ടും. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. വളരെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ വേറെ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. ഞാൻ വരയ്ക്കുന്ന രണ്ടാമത്തെ ലൈൻ സെഗ്മെൻറ്റ് ഇതാണ്. ഓക്കെ, എൻ്റെ രണ്ടാമത്തെ ലൈൻ സെഗ്മെൻറ്റ് ഞാൻ ഇതിനെ പി ക്യൂ എന്ന് പേര് കൊടുക്കുന്നു. പി ക്യൂ. ഓക്കെ, പി ക്യൂ എന്ന് പേര് കൊടുക്കുന്നു. ഞാനിതിനെ കട്ട് ചെയ്യാൻ പോകുന്നത്, ഞാനിതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ്. മറ്റേ ഞാൻ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണമെന്ന് നോക്കിയോ. 1 2 3 4 5 6 7 8 9 10 ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട്. ഓക്കെ, 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് 1 2 3 4 പാർട്സ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ ഒരു ലെറ്റർ എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊടുത്തു. എത്രയാണ്? 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 4, ഇവിടെ എത്ര കാണും? ഇവിടെ ബാക്കി 6 ആണല്ലോ. 4ഉം 6ഉം ആയിട്ട് ഞാൻ ഈ ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്തു. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് നോക്കിയേ, ഈ പി എസ് എന്ന് പറയുന്ന പാർട്ട് ടോട്ടൽ 10 ആണ്. അതിൻ്റെ 4 പാർട്സ് ആണ്. അതുപോലെ എസ് ക്യൂ എന്ന് പറയുന്ന പാർട്ട് ടോട്ടൽ 10 ആണ്. അതിൻ്റെ 4 പാർട്സ്, അതിൻ്റെ 6 പാർട്സ് ആണ് ആണല്ലോ. 4 പാർട്സും 6 പാർട്സും ആണ്. ഇനി ഇത് റേഷ്യോ എന്തായിരിക്കും? റേഷ്യോ ഇതാണ്ടേ. റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോ പി എസ് ഈസ് ടു എന്നുള്ളൊരു സിമ്പിളാണ് നമ്മൾ റേഷ്യോ ഇടുന്നത്. എസ് ക്യൂ ഇസ് ഈക്വൽ ടു, ഇവിടെ എത്ര പാർട്സ് ആണ്? 4 ഈസ് ടു, ഇവിടെ എത്രയാണ്? 6. 4:6. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും അതിൻ്റെ ലോവസ്റ്റ് ടേംസിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ 4:6 എന്ന് എഴുതാൻ പാടില്ല. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് എഴുതണം. അതിന് എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, 4:6 നമുക്കിങ്ങനെ 4/6 എന്ന് എഴുതാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു, ഞാൻ പറഞ്ഞില്ലേ, ഫ്രാക്ഷൻ ഇക്വലൻ്റ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ 4/6 എന്ന് എഴുതുക. എന്നിട്ട് ഈ 2 എണ്ണത്തിനെയും നമുക്കൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്ര തന്നെയാണ്? 2:3 ആണ് ഇതിൻ്റെ റേഷ്യോ. 4:6 എന്ന് എഴുതി വെക്കരുത്. അതിനെ പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 2:3 എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഷ്യോ. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ റേഷ്യോ 2:3 ആണ്. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ റേഷ്യോയും 2:3 ആണ്. അതിൻ്റെ അർത്ഥം റേഷ്യോ ഒറിജിനൽ മെഷർമെൻ്റ് ആവില്ല. ഓക്കെ, കറക്റ്റ് ഡിസ്റ്റൻസ് ആവില്ല. നമ്മളിവിടെ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ലൈന് 2 സെൻറ്റിമീറ്റർ എന്നും 3 സെൻറ്റിമീറ്റർ എന്നും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഷ്യോ 2:3 കിട്ടും. ഓക്കെ, 10 സെൻറ്റിമീറ്ററുള്ള ലൈനെ നമ്മൾ 4 സെൻറ്റിമീറ്റർ എന്നും 6 സെൻറ്റിമീറ്റർ എന്നും ഡിവൈഡ് ചെയ്താലും നമുക്ക് റേഷ്യോ എന്ത് കിട്ടി? 2:3 തന്നെ കിട്ടി. അതായത് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ മെഷർമെൻ്റ് അല്ല.
ഓക്കെ, അതിൻ്റെ ഒരു റിലേഷൻ മാത്രമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു ആക്ച്വൽ മെഷർമെൻ്റ് അല്ല. നമ്മളിവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ 2:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നിന്ന് കറക്റ്റ് വാല്യൂ 4:6 കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ 2:3 അല്ലെങ്കിൽ 2/3നെ രണ്ടിടത്തും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 4/6 എന്ന് കിട്ടും, കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. അതായത് റേഷ്യോയെ നമ്മൾ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഒറിജിനൽ വാല്യൂ കിട്ടുന്നത്, കറക്റ്റ് വാല്യൂ കിട്ടുന്നത്. ഇത് മനസ്സിലാക്കി, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ റേഷ്യോ എന്താണ് എന്ന് മനസ്സിലായല്ലോ. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എഴുതുന്നതാണ്, ഓരോ പാർട്സാക്കി എഴുതുന്നതാണ് റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ അല്ല, പകരം അത് സിംപ്ലിഫൈഡ് ഫോമാണ്. നമുക്ക് അതിൻ്റെ ഒറിജിനൽ വാല്യൂ കിട്ടണമെങ്കിൽ ഏതോ ഒരു നമ്പർ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതുപോലെ ഏതോ ഒരു നമ്പർ, ഒരു അൺനോൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം അൺനോൺ നമ്പർ എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. സോ ഇതിനെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, രണ്ട് നമ്പറിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് നമ്പറിനെയും, റേഷ്യോയിലെ രണ്ടെണ്ണത്തിനെയും നമ്മൾ എക്സ് എന്ന് പറയുന്ന സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളെ ഓർത്തിരിക്കാനുള്ളൂ. ഇനി 1-2 എക്സാമ്പിളിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്, മനസ്സിലാവും. ഈ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റേഷ്യോ നമുക്ക് A:B എന്ന് തന്നു കഴിഞ്ഞാൽ A:B ആണ് നമ്മുടെ റേഷ്യോ എങ്കിൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് AX BX ആയിരിക്കും. ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ, ഒന്നാമത്തെ വാല്യൂ AXും രണ്ടാമത്തെ വാല്യൂ BXും ആയിരിക്കും. ഈ എക്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 എന്നുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. അതിലേതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്, രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടുന്നത്. ഓർത്തിരിക്കുക, ഇതാണ് റേഷ്യോയുടെ കൺസെപ്റ്റ്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ മനസ്സിലായാലും, ഈ 2 കാര്യങ്ങൾ മനസ്സിലായി, നമ്മൾ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊരു പുക പോലെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ കത്തിയത് ഒരു വലിയ തീയായിട്ട് അങ്ങ് പടർന്ന് പിടിച്ചോളും. നോക്കിക്കോ എങ്ങനെയാണ് അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇത് 4 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ് 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ അപ്പുറത്ത് കുറച്ചുകൂടെ വലിയൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇത് ഞാൻ വലിയൊരു റെക്റ്റാങ്കിൾ വരച്ചതാണ്. നോക്കിയേ, ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്ററും ഈ സൈഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, സൈഡ് ഇതാണ്, സൈഡ്സ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ, ലെങ്ത് ഈസ് ബ്രെഡ്ത്ത്, ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത് 4 ആണ്, ബ്രെഡ്ത്ത് 3 ആണ്. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ചെറുതാക്കാൻ പറ്റില്ല. 4നെയും 3യെയും നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1 ഒഴിച്ച് ബാക്കി ഒന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് അതിൻ്റെ റേഷ്യോ 4:3 എന്ന് തന്നെ എഴുതാം, സിംപ്ലിഫൈഡ് ഫോമാണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ലെങ്ത് ഈസ്റ്റ് ബ്രെഡ്ത്ത് നോക്കുക, 8:6 ആണ്. നമ്മൾ ലെങ്ത് ഈസ്റ്റ് ബ്രെഡ്ത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ ലെങ്ത് ആദ്യവും ബ്രെഡ്ത്ത് രണ്ടാമതും എഴുതണം കേട്ടോ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ 8:6 ആണ്. അതായത് 8നെ നമുക്ക് 6 കൊണ്ട് 8ഉം 6ഉം ഇങ്ങനെ എഴുതാം. 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ല, 8ഉം 6ഉം ഫ്രാക്ഷനായിട്ട് എഴുതിയിട്ട് അതിനെ രണ്ടിനെയും നമുക്കൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4/3 എന്ന് കിട്ടും. അതായത് റേഷ്യോ എഴുതുമ്പോൾ 4:3 എന്ന് നമുക്ക് എഴുതാം. റേഷ്യോ എന്താണ്? 4:3. അപ്പോൾ ഈ 2 ട്രയാങ്കിളും 2 ഡിഫറൻറ്റ് സൈഡ്സ് ആണ്, ഡിഫറൻറ്റ് സൈസാണ്, എങ്കിലും അതിൻ്റെ റേഷ്യോ സെയിം ആണ്. മനസ്സിലായോ? രണ്ടും 4:3 തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ 4:3 എന്നുള്ളതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 8:8ഉം 6ഉം നമുക്ക് കിട്ടും. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ലെങ്തും ബ്രെഡ്ത്തും 3:4 എന്ന് എഴുതരുത്. അതായത് 4:3ഉം 3:4ഉം ഒരിക്കലും ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ. റേഷ്യോ ഒരിക്കലും തിരിച്ചെഴുതാൻ പാടില്ല. കറക്റ്റ് അതേ ഓർഡറിൽ മാത്രമേ എഴുതാം. ലെങ്ത് ഈസ്റ്റ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ വാല്യൂ ആദ്യം എഴുതുക, ബ്രെഡ്ത്തിൻ്റെ വാല്യൂ രണ്ടാമത് എഴുതുക, അങ്ങനെ മാത്രമേ എഴുതാവൂ. ഓക്കെ, ഇപ്പോൾ റേഷ്യോയുടെ കൺസെപ്റ്റ് ഏകദേശം ഓക്കെ അത്രയും മതി. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് കണ്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. The length and breadth of a rectangle are in the ratio 3:2. Its perimeter is 30 centimeter. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്തും ബ്രെഡ്ത്ത് ഞാൻ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ എഴുതി കാണിച്ചേക്കാം. നോക്കുക, the length and breadth of a rectangle are in the ratio 3:2 and its perimeter is 30 centimeter. പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കൂടെയുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. 3:2 ആണ്. ലെങ്തും ബ്രെഡ്ത്തും കൂടെ റേഷ്യോ എത്രയാണ്? 3:2 ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 എന്നും പറയുന്നതും പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, റേഷ്യോയ്ക്ക് ഒരു കാരണവശാലും യൂണിറ്റ് എഴുതരുത്. സെൻറ്റിമീറ്ററോ മീറ്ററോ കിലോമീറ്ററോ ഒന്നും എഴുതാൻ പാടില്ല. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് മാത്രമേ എഴുതാവൂ കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യനിൽ സെൻറ്റിമീറ്റർ ഒക്കെ തരും, പക്ഷേ നമ്മൾ റേഷ്യോയിൽ സെൻറ്റിമീറ്റർ എഴുതാൻ പാടില്ല. സെൻറ്റിമീറ്റർ എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ 3:2 ആണ് നമ്മുടെ റേഷ്യോ. 3:2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഒറിജിനൽ സൈഡ് ആണെന്നാണോ, ലെങ്തും ബ്രെഡ്ത്തും അതാണെന്നാണോ? അല്ല, നമുക്കറിയാം. സോ ലെറ്റ് ദ ലെങ്ത്, നമുക്ക് ലെങ്ത് അറിയില്ല, അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനോട് എക്സും കൂടെ ചേർക്കുന്നു. ലെറ്റ് ദ ലെങ്ത് ഈസ് ഈക്വൽ ടു 3x എന്ന് എടുക്കാം. അതുപോലെ ബ്രെഡ്ത്ത് നമുക്ക് എങ്ങനെ എടുക്കാം? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2x എന്ന് എടുക്കാം. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്താണെന്ന് അറിയാലോ? പെരിമീറ്റർ തന്നേക്കുന്നത് 30 സെൻറ്റിമീറ്റർ എന്നാണ് പെരിമീറ്റർ തന്നിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് നമുക്കറിയാം. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കിയാലോ. അതായത് 2 ഇൻറ്റു ലെങ്ത് എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? 3x ആണ്. പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 2x ആണ് അല്ലേ. പെരിമീറ്റർ എത്രയാണ്? 30 ആണ്. ഡയറക്റ്റ് വാല്യൂ കൊടുത്ത് വേറെ ഒന്നും ചെയ്തില്ല. ലെങ്ത് നമ്മൾ അതിൻ്റെ ലെങ്തിൻ്റെ കൂടെ ബ്രെഡ്ത്തിൻ്റെ കൂടെ എക്സും കൂടെ ചേർത്ത് എഴുതി പെരിമീറ്ററിൻ്റെ വാല്യൂ കൊടുത്തു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. കൊടുത്തല്ലോ. ഇനി നമുക്ക് ഓക്കെ 2 ഇൻറ്റു 3x പ്ലസ് 2x. 3x പ്ലസ് 2x എത്രയാണ്? 3 × 2 5, 5x ആണ് അല്ലേ. 3x-ഉം 2x കൂടെ കൂട്ടി കഴിഞ്ഞാൽ 5x ആണ്. ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. അതായത് 10x ഈക്വൽ ടു 30 എന്ന് കിട്ടും. 10x ഈക്വൽ ടു 30 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ x ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. അതായത് 3 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3 കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള നമ്പറാണ്. നമ്മൾ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടുന്ന കോമൺ നമ്പറാണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ലെങ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ലെങ്ത് ഈസ് ഈക്വൽ ടു 3x ആണ്. അതായത് എക്സ് ഇപ്പോൾ നമുക്ക് കിട്ടി 3 ആണ്. അതായത് 3 × 3 9 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്. ഇവിടെ എഴുതുമ്പോൾ സെൻറ്റിമീറ്റർ എഴുതണം കേട്ടോ. റേഷ്യോയ്ക്കാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ എഴുതുമ്പോൾ സെൻറ്റിമീറ്റർ എഴുതണം. അതുപോലെ നമുക്ക് ബ്രെഡ്ത്ത് എഴുതാം. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2x ആണ്. അതായത് 2 × 3 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. വളരെ സിമ്പിളാണ് അല്ലേ? അല്ലേ? ആണോ അല്ലേ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേ റേഷ്യോ സിമ്പിളാണോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ റേഷ്യോ സിമ്പിളാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ റേഷ്യോ സിമ്പിളാണെന്ന്. ഇതേപോലെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലെങ്തും ബ്രെഡ്ത്തും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോയും കണ്ടുപിടിക്കാം. റേഷ്യോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് റേഷ്യോ. ഓക്കെ, റേഷ്യോൻ്റെ പ്രപ്പോർഷൻ ഒരു സെക്ഷനോട് ഉണ്ട്. പ്രപ്പോർഷൻ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാം കൂടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആവില്ലേ. അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ ലൈക്കോ കമൻറ്റോ ഒക്കെ നോക്കിയിട്ടായിരിക്കും കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പ്രപ്പോർഷൻ വേണം. ഇതിപ്പോൾ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിതിനാണ് വെറുതെ പ്രപ്പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും കാണുന്നുണ്ട്, വ്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രപ്പോർഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ ഞാൻ അതുമല്ല ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുള്ള നമ്പറിൽ മെസ്സേജ് ഇട്ടാലും മതി. വിളിക്കാൻ നോക്കരുത്, മെസ്സേജ് ഇടുക. ഓക്കെ, വിളിച്ചാൽ കിട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ലീനിയർ പെയർ. ഒരു ലീനിയർ പെയറിൽ ദ റേഷ്യോ ഓഫ് ആംഗിൾസ് ഈസ് 7:2. റേഷ്യോ ഓഫ് ആംഗിൾസ് 7:2 എന്ന് തന്നിട്ടുണ്ട്. ലീനിയർ പെയറിൽ റേഷ്യോ ഓഫ് ആംഗിൾ അപ്പോൾ 7:2 ആണ് റേഷ്യോ ഓഫ് ആംഗിൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഫൈൻഡ് ആംഗിൾസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലീനിയർ പെയർ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അതിനകത്തേക്ക് ഒരു ആംഗിൾ വന്ന് വീഴുന്നു, 2 ആംഗിളോടെ ഫോം ചെയ്യും. ഈ 2 ആംഗിളാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ പെയർ എന്താണെന്ന് അല്ലേ. ഈ 2 ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ലാർജ് ആംഗിൾ എത്രയാണ്? 7 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ലാർജ് ആംഗിൾ ഈസ് ടു സ്മോൾ ആംഗിൾ. ഇതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? സ്മോൾ ആംഗിൾ. ഇതാണ് നമ്മുടെ റേഷ്യോ 7:2. അതായത് നമ്മളിതിൻ്റെ ഫിഗർ ഇതാണ്. ലീനിയർ പെയർ എന്ന് പറയുന്ന ഫിഗർ ഇതാണ്. അപ്പോൾ നമുക്ക് ലെറ്റ് ദ ലാർജർ ആംഗിൾ, അതിലെ ലാർജർ ആംഗിൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇസ് ഈക്വൽ ടു 7x എന്ന് എടുക്കാം. കിട്ടുമ്പോഴേ നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ റേഷ്യോയുടെ എക്സ് ചേർത്താൻ എഴുതിക്കോണം. ആൻഡ് സ്മോളർ ആംഗിൾ, ചെറിയ ആംഗിൾ നമുക്ക് എങ്ങനെ എടുക്കാടെ? ചെറിയ ആംഗിൾ നമുക്ക് 2x എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വലിയ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? കുറച്ച് അപ്പുറത്തോട്ട് വരയ്ക്കുക. ഫിഗർ എഴുതിയതിൻ്റെ ഇടയ്ക്കായിപ്പോയി. നോക്കാം, നമുക്ക് അപ്പുറത്തോട്ട് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ലീനിയർ പെയർ. നോക്കിയേ, ഇതാണ് ലീനിയർ പെയർ. ഇതിൻ്റെ സ്മോളർ ആംഗിൾ ഇതാണ്, ലാർജർ ആംഗിൾ ഇതാണ്. അപ്പോൾ സ്മോളർ ആംഗിൾ നമ്മൾ എടുത്തത് 2x എന്നാണ്, ലാർജർ ആംഗിൾ എടുത്തത് 7x എന്നാണ്. നമുക്കറിയാം ഒരു ലീനിയർ പെയറിൽ ദ സം ഓഫ് ദ ആംഗിൾസ് ഈസ് ഓൾവേസ് എത്രയാണ്? പറഞ്ഞേ സം ഓഫ് ദ ആംഗിൾസ് ഈസ് ആംഗിൾ സം ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. 2 ആംഗിളിൽ ആഡ് ചെയ്യുന്നത് 180 ഡിഗ്രി അല്ലേ. നമ്മുടെ 2 ആംഗിൾ ഇരിപ്പുണ്ട്, 2x-ഉം 7x-ഉം, അല്ലെങ്കിൽ 7x-ഉം 2x-ഉം കൂടെ ആഡ് ചെയ്ത് എത്രയുണ്ട്? 180 ഡിഗ്രി ആണല്ലോ. വലിയ ആംഗിളും ചെറിയ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ 7x-ഉം 2x-ഉം എന്ന് പറഞ്ഞാൽ 9x എന്ന് കിട്ടും. 9x ഈക്വൽ ടു 180 ഡിഗ്രി. x ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 9. അതായത് എത്ര കിട്ടും? 180 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 20 അല്ലേ.
20 അല്ലേ കിട്ടുന്നത്? ഓക്കെ, 20 ഡിഗ്രി കിട്ടും. 20 ആണ് എക്സ്, ഡിഗ്രി ഒന്നും വേണ്ട, എക്സിൻ്റെ വാല്യൂ 20 ആണ് കിട്ടുന്നത്. ഒരു നമ്പറാണ്, അത് നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20 കിട്ടിക്കഴിഞ്ഞാൽ ഇതാണോ ആൻസർ? അല്ല, നമുക്ക് വേണ്ടുന്നത് ലാർജർ ആംഗിൾ ആണ്. അപ്പോൾ ലാർജർ ആംഗിൾ എത്രയാണ്? ലാർജർ ആംഗിൾ ഇസ് ഈക്വൽ ടു 7x ആണ്, അതായത് 7 × 20 ആണ്. 7 × 20 എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി അല്ലേ? 714, ശരിയാണ്, 140 ഡിഗ്രി. ആൻഡ് സ്മോളർ ആംഗിൾ എത്രയാണ്? സ്മോളർ ആംഗിൾ, ചെറിയ ആംഗിൾ നമുക്ക് എങ്ങനെ പിടിക്കാം? പറഞ്ഞേ, 2x എന്ന് പറഞ്ഞാൽ 2 × 20 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ആംഗിൾ കിട്ടിയല്ലോ, 140യും 40 ഡിഗ്രിയും. രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയേ, 180 കിട്ടിയില്ലേ? ലീനിയർ പെയർ ആയില്ലേ? ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? മനസ്സിലായോ? റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായോ? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റീസ് ആയിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, റേഷ്യോയുടെ ഒരു കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ വ്യൂ ഒക്കെ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാം. ആരും കണ്ടില്ല, ആർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പ്രൊപ്പോർഷനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.